कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे हर हर नम पार्वती पतये हर हर महादेव सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരണ്യാകതയും കരിമ്പുധനുഷാശൂലം തഥാ ശുക്രവും പിന്നെ പങ്കജമൊട്ടു പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനെനിക്കേറ്റം തുണച്ചീടണേ. പീതാംബരം കരവിരാജിതചക്രശൃംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഹരേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീഹരേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പരിചയമുള്ള മുഖങ്ങളെ ഒന്ന് കാണുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അനവധി തവണ പോയിട്ടുണ്ടെങ്കിലും അകത്ത് കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് തളിലപ്പനടുത്ത് അകത്ത് വരുന്നത്. ഈ ഒരു അവസരം തന്നതിന് ആദ്യമേ മഹാദേവനെ നമസ്കരിക്കണം. അതേപോലെ ഭഗവത് സ്വരൂപങ്ങളായ സജ്ജനങ്ങളെയും നമസ്കരിക്കുകയാണ്. ഒരു മഹായജ്ഞാണല്ലോ നമ്മുടെ ഈ ക്ഷേത്രത്തിലിപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അല്പം ആധ്യാത്മിക വിഷയങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഭഗവാൻ നമുക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നവധ ഭക്തിയാണ്. എല്ലാവർക്കും അറിയുന്ന നല്ലൊരു വിഷയമാണ് ഇത്, ഈ നവധ ഭക്തി. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കാലമുണ്ട്, കലികാലം. അപ്പോൾ ഈ കലികാലത്ത് എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഭക്തി തന്നെയാണ്. ഭക്തിക്ക് തന്നെയാണ് പ്രാധാന്യം ഈ കലികാലത്ത്. ശരിക്കും ഭാഗ്യം ചെയ്തവർ ഉദാനൊക്കെ പാടുണ്ടല്ലോ. മറ്റ് യുഗങ്ങളിൽ ജനിച്ചവർ, മറ്റ് ഘട്ടങ്ങളിൽ ജനിച്ചവരൊക്കെ ഈ കലികാലത്ത് ഭാരത മണ്ണിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ പറ്റുകയാണെങ്കിൽ അത് പരമഭാഗ്യമാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു, എത്ര സുഹൃതം ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരണം, അല്ലെ? വേറെ എവിടെയും പോകരുത്. വീണ്ടും ഇവിടെ തന്നെ ഈ മഹാദേവരുടെ അടുത്ത് തന്നെ ഇനിയും ജന്മങ്ങളുണ്ടാവും. പെട്ടെന്ന് അങ്ങോട്ട് പോകണ്ട, അത് പ്രതീക്ഷിക്കും വേണ്ട. അപ്പോൾ ഇനിയും ഇവിടെ തന്നെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അനവധി ജന്മങ്ങൾ ഇനിയും ഉണ്ടായി. അതിലൊക്കെ വേണ്ടതായ സുഖദുഃഖങ്ങൾ എന്താ വെച്ചാൽ അതെല്ലാം അനുഭവിച്ച് ഈശ്വരനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം, ഒരു ഭാഗ്യം ആ സർവേശ്വരൻ നമുക്ക് തരട്ടെ. അപ്പോൾ ശ്രീമദ് ഭാഗവതമൊക്കെ പറയേണ്ട ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി.
അപ്പോൾ ഈ ഒരു മനുഷ്യജന്മം കിട്ടിയ സ്ഥിതിക്ക് ഇതിൽ ഏറ്റവും വലിയ ലാഭം എന്താണ് എന്ന് ചോദിച്ചാൽ അതൊന്ന് മാത്രമാണ്. അന്തേ നാരായണ സ്മൃതി. വളരെ ലളിതമാണ്, ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം. അന്തേ നാരായണ സ്മൃതി, അവസാന കാലത്ത് നാരായണ സ്മരണം ഉണ്ടാവണം എന്നാണ്. അപ്പം ഈ അവസാന കാലത്ത് ഒന്നുകൂടി വ്യക്തമാക്കാം, മരണസമയത്ത് അവസാനത്തെ ശ്വാസം കഴിക്കുന്ന സമയത്ത് നാരായണ നാമം ജപിച്ചുകൊണ്ട് കണ്ണടയ്ക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുക. ഇത് ഓർമ്മയുണ്ടാവുക വലിയ പ്രയാസം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം, അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കാം. അന്തേ നാരായണ സ്മൃതി അനവധി സ്ഥലത്ത് പറഞ്ഞതാണ്. അതുപോലെ നമ്മളും പറയുന്ന പല മുഖങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണ് ഈ ആശയങ്ങളൊക്കെ. പക്ഷേ ഇത് ഓർമ്മയുണ്ടാവട്ടെ. അതിന് അവസാന കാലം ഏത് വെച്ചിട്ടാണ്? അതിനൊരു നിശ്ചയം തന്നെ. അപ്പോൾ ഓരോ നിമിഷവും നമ്മളെ സംബന്ധിച്ച് അവസാനം തന്നെയാണ്. ഈ കടന്നു പോകുന്ന ഒന്നും തിരിച്ചു വരാൻ പോകില്ല. അപ്പോൾ ഓരോ നിമിഷവും അവസാനം. എങ്കിലും എപ്പോഴാണ് ഈ അവസാനം? എപ്പോഴാണ് ഏകദേശം ഇവിടുന്ന് പോകാറാവുക? ചെറിയൊരു സൂചന വേണമെങ്കിൽ തരാനേ ഉള്ളൂ. സ്വയം ഒന്ന് ഒരു പരിശോധന നടത്തി നോക്കിയാൽ മതി. അതിപ്പോൾ എങ്ങനെ മനസ്സിലാവും? അവസാനം മനസ്സിലാവുകയാണെങ്കിൽ അതാണ് അല്ലേ, എന്നാൽ അവിടുന്ന് പോകാൻ പറ്റുക. ആ കൃത്യമായ ആ ഒരു തീയതിയും ആ ഒരു സമയവും ഒക്കെ അറിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല. പിന്നെന്ത് സമാധാനമൊക്കെ ഇവിടെ ഇരിക്കാൻ ഉണ്ടാവില്ല. എന്നാലും ചില സൂചനകൾ, ചില ലക്ഷണത്വേന നമുക്ക് അവസാനത്തെ കുറേശ്ശെ ഗണിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്താ വെച്ചാൽ നല്ല പരിചയമുള്ള ഒരാൾ, എന്നും എപ്പോഴും ഇങ്ങനെ കണ്ട് പരിചയമുള്ള ഒരാൾ. ഇപ്പോൾ പരിചയക്കാരെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സാധനം കെട്ടി നടക്കുന്നുണ്ട്, ഈ പരിചയക്കാരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നല്ല പരിചയമുള്ള ആൾ കുറച്ച് കാലം കണ്ടില്ല എന്ന് വിചാരിക്കാം. ഒരു 5-8 മാസം കണ്ടില്ല, ഇതേപോലെ ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് പോകുന്നത് വിചാരിക്കാം. പിന്നെ വഴിയിൽ എവിടെയും വെച്ച് കാണുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അങ്ങോട്ട് ഓർമ്മയുണ്ട്, അറിയുകയും ചെയ്യാം. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് എവിടെയോ കണ്ട് മറന്ന പോലെ ഇങ്ങനെ തോന്നുന്നു. ആരാണ് എന്നൊരു വ്യക്തത കിട്ടാതെ ഇരിക്കുക. അപ്പോൾ നല്ല പരിചയമുള്ള ഒരാളെ ഇങ്ങനെ കണ്ട് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു അനുഭവം ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ തിരിച്ചറിയുക നിങ്ങളുടെ സമയം ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി വലിയ ദൂരമൊന്നും അങ്ങോട്ടേക്കില്ല എന്ന് മനസ്സിലാക്കുക. അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കഷ്ടിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് അത് വീടടച്ചിട്ടാണോ വന്നത്, ഇനി എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടാണോ വന്നത്, ഓടി വീട്ടിൽ തന്നെ പോയി നോക്കി കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള അനുഭവം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ചു, അത് കാണുന്നില്ല, അത് എവിടെയാണ് എന്ന് ഭൂലോകം മുഴുവൻ തിരഞ്ഞുകൊണ്ട് നടക്കുക, അവസാനം തൊട്ട് മുമ്പ് തന്നെ ഉണ്ട്. അങ്ങനെയുള്ള അനുഭവം ജീവിതത്തിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, പരമേശ്വരനെ മുറുക്കി പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്, മഹാദേവരെ മുറുക്കി പിടിക്കേണ്ടതായ സമയമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വേണ്ടെന്താ? ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഓരോ നിമിഷവും നാരായണ സ്മരണത്തോടു കൂടിയിട്ട് കഴിയാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ പരം ഒരു ഭാഗ്യം ഈ ജീവിതത്തിൽ ഇല്ല. അപ്പോൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തിയെ തന്നെയാണ് അവിടെ സമ്പാദിക്കേണ്ടതായിട്ടുള്ളത്, മറിച്ചൊന്നുമില്ല. അപ്പം എന്താകുന്നു ഈ ഭക്തി? ധാരാളം കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ഭക്തി. ശാസ്ത്രങ്ങൾ പറയുന്ന ചോദിക്കുന്നത് കാ ഭക്തി, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അതിന് ഉത്തരം എന്താ? വാസ്തവീ ജ്ഞാനം. കാ ഭക്തി വാസ്തവീ ജ്ഞാനം. ഉടനെ വന്നു അടുത്ത ചോദ്യം, വാസ്തവ കിം. അങ്ങനെയെങ്കിൽ ഈ വാസ്തവം എന്ന് പറഞ്ഞാൽ എന്താ? അതറിയണ്ടേ? വിരാഗക എന്നാണ് ഉത്തരം. വിരാഗക എന്ന് വെച്ചാൽ രാഗം ഇല്ലാത്തതായിരിക്കുന്ന അവസ്ഥ. അതിനാണ് ഈ വൈരാഗ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാഗം എന്ന് പറഞ്ഞാലോ അടുപ്പം. അപ്പോൾ ഒന്നിനോട് അടുപ്പമില്ലാതെ ബാഹ്യമായ
അന്യവിഷയങ്ങളായിട്ട് യാതൊരു അടുപ്പമില്ലാതെ ആ മഹാദേവനായിട്ട് ഈശ്വരനായിട്ട് അടുപ്പുണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു ഭക്തിയായിട്ട് മാറി. അവിടെയാണ് എത്തിച്ചേരുന്നത്. ഇനി ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരിലും ഒരുപോലെയല്ല ഉണ്ടാവുക. ഒരു 100 പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ 100 തരത്തിലാണ് ഉണ്ടാവുക. കപിലവാസുദേവൻ പറയുന്നുണ്ട്, ഭക്തിയോഗോ ബഹുവിധ മാർഗൈഹി ഭാമീ ഭൗമ്യതരേ. ബഹുവിധ പലതരത്തിലാണ്. അത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട സ്വഭാവ ഗുണമാർഗേണ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ ഭാവത്തിൽ വ്യത്യാസമില്ല, ഈ ഗുണത്തിൽ വ്യത്യാസമില്ല. സത്വം, രാജസം, താമസം, ഇതിൻ്റെ മാത്രമേ വ്യത്യാസമില്ല. അപ്പം അതിനനുസരിച്ച് തന്നെയാണ് ഈ ഭക്തിയും ഓരോരുത്തരിലും സ്ഫുരിക്കുന്നത്. ഒരാളെ രൂപം കണ്ടാലോ വേഷം കണ്ടാലോ അഥവാ വർത്തമാനം കേട്ടാലോ ഒന്നും ഈ ഭക്തി ഉണ്ടെന്നും പറയാൻ സാധിക്കില്ല, എന്നാൽ ഭക്തി ഇല്ല എന്നും പറയാൻ സാധിക്കില്ല. ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അടുത്ത ആളിൽ ഭക്തി സ്ഫുരിക്കുന്നത്, ഉണ്ടാകുന്നത്. തർക്കമില്ലാത്ത വിഷയമാണ് അത്. എങ്കിലും ഈ ഭക്തിയെക്കുറിച്ച് പറയാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ബഹുവിധ എന്ന് പറഞ്ഞു, പലതരത്തിൽ ഈ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും മനസ്സിലാക്കാനായിട്ട്, ഈ ഭക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, ഭക്തിയോട് കൂടുതൽ എടുക്കാനായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ ചില സമ്പ്രദായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് 4 ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. വേറൊരിടത്താണെങ്കിൽ 9 ആയിട്ടാണ്. അതാണ് ഇന്നത്തെ വിഷയം നവധാ ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ വേറൊരു ശാസ്ത്രമാണെങ്കിൽ 11 ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 4 ആയിട്ട് പറയാറുണ്ട്, 9 ആയിട്ട് പറയാറുണ്ട്, 11 ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ സംഖ്യകളൊന്ന് ഓർത്തു വയ്ക്കുക. 4, 9, 11. അപ്പോൾ എന്തെങ്കിലും 4 ആദ്യം അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസഭക്തി, രാജസഭക്തി, സാത്വിക ഭക്തി, പിന്നെ നിർഗുണ ഭക്തി. ഇതൊക്കെ എല്ലാവരും ഉള്ളതാണ്. ഈ പറഞ്ഞ ഈ 4 എല്ലാവരിലും ഉണ്ട്. അത് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് എന്ന് സ്വയമേവ നമുക്ക് ഗണിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും താഴെ കിടക്കുന്നതാണ് ഈ താമസഭക്തി, താമസികമായിട്ടുള്ള ഭക്തി. പേര് പോലെ തന്നെയാണ്. ഈ താമസിക ഗുണം അധികം ഉണ്ടാകുമ്പോഴാണ് ഈ താമസിക ഭാവത്തിലേക്ക് വരുന്നത്. അപ്പം എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കാൻ? മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ഈശ്വരനെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഉള്ളിൽ താമസികമായിട്ടുള്ള ഭാവമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അഭിസംധായോഹിംസ ധർമ്മം മാത്സര്യമേവ സംരംഭി ഭിന്നദൃക്ഭാവമയി തുര്യാസതാമസ. ഇത് കപിലവാസുദേവന്റെ ഭാഷ്യമാണ്. മറ്റൊരാളെ ഉപദ്രവിക്കുക, ഭഗവാനെടുത്ത് പോയിട്ട് പറയും, ഇന്ന ആൾക്കാരെ എന്നെ വല്ലാതെ കണ്ട് ഉപദ്രവിക്കേണ്ട, അവർക്ക് കണക്കിനെടുത്ത് കൊടുക്കുക, അവരുടെ എല്ലാം നശിപ്പിക്കുക, ഒരു ഗുണം അവർക്ക് ഉണ്ടാകരുത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്നത് ചെയ്തോളാം, ഇന്നത് തന്നോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കണം അകത്തുള്ളത് താമസികമായിട്ടുള്ള ഭക്തിയാണ്. അതുകൊണ്ട് ആ ഈശ്വരന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നീങ്ങാം. അടുത്തതേതാ? അത് രാജസത്വ മുതലുള്ള ഭക്തിയാണ്. ഒന്നും മോശമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അപ്പോൾ താമസിക ഭക്തിയാണ് ഉള്ളത് വെച്ചാൽ ക്രമത്തിൽ അടുത്തതിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് സാധിക്കില്ല, സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. അപ്പൊ അടുത്തത് രാജസികമായിട്ടുള്ള ഭക്തിയാണ്. വിഷയാൻ അഭിസംധാരിക. അപ്പൊ ഈ രാജസികമായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് സമ്പാദിക്കണം എന്ന് തോന്നാം. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്ന തലത്തിലെത്തണം, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം ഇന്ന രീതിയിലെത്തണം. അങ്ങനെ എത്തുകയാണെങ്കിൽ, അങ്ങനെ സിദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കുന്നുണ്ട്, അത് സംഭവിക്കുകയാണെങ്കിൽ ഹേ നാരായണ ഇന്നത് തന്നോളാം. അപ്പൊ അവിടെ എന്താ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് അല്ലെ? ഇന്നത് കിട്ടിയാൽ ഇന്നത് തരാം. ഈ കിട്ടുമോ കിട്ടില്ലേ അതൊക്കെ ഈശ്വരന്റെ കയ്യിലും നമ്മുടെ കയ്യിലല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പിന്നെ ഈ പറയുന്ന ബ്രഹ്മാവിനും ദേവേന്ദ്രനൊക്കെ എന്താ ഒരു ജോലി ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ അവരൊന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഈശ്വരനാണ് വിധി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമാധാനിക്കാനുള്ള 2 അക്ഷരമാണിത്.
എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒക്കെ വിധിയാണ്, ഒക്കെ വിധിയാണ്. നല്ലതാ വിധി, അതിനെയാണ് അങ്ങനെ സമാധാനിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നു ഇങ്ങനെയാണെങ്കിൽ എന്നത്, ഇങ്ങനെയാണെങ്കിൽ എന്നത്. അപ്പോൾ ചെറിയൊരു ആത്മപരിശോധന നടത്തുക. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം അകത്തുള്ളത് രാജസികമായ ഒരു ഭക്തിയാണ് എന്നെ വേണം വിശേഷിക്കാൻ. അപ്പം എന്താ വേണ്ടേ? അടുത്തേക്ക് പോകാം. അപ്പം ഏതാ അടുത്തത്? അടുത്തതാണ് സാത്വികമായ ഭക്തി. ഭഗവാന് ഇഷ്ടമാണ്. ഒരു സാധാരണ ജീവിതം നയിക്കുന്നവരൊക്കെ ഇതാണ് ഇഷ്ടപ്പെടുന്നത്, ഈ സാത്വികമായിട്ടുള്ള ഭക്തി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരത്തിലേക്ക് വരണം, ക്ഷേത്രങ്ങളിലൊക്കെ വരണം. അറിയുന്ന സ്തുതികൾ എന്താ വെച്ചാൽ ജപിക്കുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു, നമസ്കരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, എങ്കിലും തൻ്റെതായ ചില സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും. അതെന്താ വെച്ചാൽ പറയാം, ഭഗവാനെ ഇന്ന് ഉണ്ടാവട്ടെ, ഇങ്ങനെ ഉണ്ടാവണം. പക്ഷേ ഇന്ന് തരാമെന്ന് പറയുന്നത്, ഇന്ന് തരാമെന്നൊരു വ്യവസ്ഥ വയ്ക്കുമ്പോഴാണ് അവിടെ രാജസികമായിട്ട് മാറുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഇത് അങ്ങ് സമർപ്പിച്ചതാണ്, അങ്ങ് തന്നതാണ്. അപ്പൊ എന്താണോ ഉള്ളത് അത് അങ്ങോട്ട് തരണം. ആ ഒരു ഭാവം എന്താണോ യഥാശക്തി ഈശ്വരനെ സമർപ്പിക്കാൻ സാധിക്കുക, സാത്വികമായിട്ട് ഭരിക്കാൻ പറ്റുന്നെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം അകത്ത് പ്രത്യേകിച്ച് രാജസികോ താമസികോ ഒന്നുമില്ല. നമ്മുടെ മനസ്സ് സാത്വികമായ ഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നിൽക്കണ്ടെന്ന് പറയുന്നത്. അവിടെ നിൽക്കാൻ പാടില്ല, അടുത്തതിലേക്ക് പോവുക. അടുത്തത് ഏതാ? അടുത്തത് നിർഗുണമാണ്. നാലാമത്തതാണ് നിർഗുണം. ഏറ്റവും ഉയരങ്ങളിലുള്ളതാണ് നിർഗുണഭക്തി. ഗുണബന്ധം ഇല്ലാത്തത്, ഗുണബന്ധം ഇല്ലാത്ത ഗുണച്ചാൽ താമസം, രാജസം, സാത്വികം. അപ്പം ഇത് ഇല്ലാത്തതാണ് ഈ നിർഗുണം. അതാണ് നിർഗുണഭക്തി എന്ന് തന്നെ പറയാൻ കാരണം. അവിടെ താനും ഈശ്വരനും രണ്ടല്ല, ബാക്കി എല്ലാവർക്കും പറയും. പൃഥഗ്ഭാവ എന്നൊരു താനും ഈശ്വരനും പറയും. അപ്പൊ ഈ വേറെ വേറെ ആയിട്ട് കാണുമ്പോഴാണ് ഓരോന്ന് ആവശ്യപ്പെടാനായിട്ട് തോന്നുന്നത്. തനിക്ക് തന്നോടൊപ്പം ഒന്നും ആവശ്യപ്പെടാനില്ല, അല്ലേ? അപ്പം ഭിന്നഭാവത്തിൽ എന്നിൽ നിന്ന് ഭിന്നനാണ് ഈശ്വരൻ, ഞാനല്ല ഈശ്വരൻ, എന്നിൽ നിന്ന് ദൂരെയുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാവം വരുമ്പോഴാണ് നാം ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോരോ അപേക്ഷകളായിട്ട് ഈശ്വരനെ ഉപയോഗിക്കുന്നത്. അതാണ് ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, മനസ്സ് നിരപേക്ഷമായിട്ട് മാറണം, അപേക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ മനസ്സ് എത്തണം. അതാണ് ഈ നിർഗുണഭക്തി. അപ്പൊ ഈ നിർഗുണഭക്തിയുടെ പ്രത്യേകത മദ്ഗുണശ്രുതി മാത്രേണ, ഈശ്വരീയമായിട്ടുള്ള ഗുണങ്ങൾ കേൾക്കേണ്ട മാത്രമേ തന്നെ ഈ നിർഗുണഭക്തന്റെ മനസ്സ് എല്ലാം വിട്ടിട്ടുണ്ടാവും. എപ്രകാരമാണോ ഹിമഗിരിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതായ ഗംഗ സർവ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ച്, എല്ലാ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് ആ സാഗരത്തിൽ ചേരുന്നത്, അതേപോലെ ഈശ്വരീയായിട്ടുള്ള ഗുണങ്ങൾ കേൾക്കേണ്ട മാത്രമേ തന്നെ എന്തുണ്ടാവണം, എല്ലാ ബന്ധങ്ങളെയും വിടുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളെയും വിട്ട് ആ ഭഗവാനോട് ചേർന്ന് ഭഗവാനായിട്ട് ആ ഒരു ഭാവത്തിലേക്ക് ഉയരാൻ ആ ഒരു സാധകന് സാധ്യമാകുന്നു. അപ്പോൾ ആ ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ, ആ നിർഗുണമായ തലത്തിലെത്തിക്കഴിഞ്ഞാൽ സർവത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കും. ഏവരെയും ആരാധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരെയും ആരാധിക്കണം. അപ്പം എങ്ങനെ എല്ലാവരെയും ആരാധിക്കും? മഹതാം ബഹുമാനേന ദീനാനാം അനുകമ്പയ മൈത്രിയ ശൈവാത്മതുല്യേഷു യമേന നിയമേന. മുതിർന്നവരെ കണ്ട ഒന്ന് നമസ്തേ, നമസ്കാരം എന്ന് പറയാം. തന്നിൽ നിന്ന് മുതിർന്നവരെ കണ്ട ഒന്ന് തൊഴുക, നമസ്കാരമുണ്ട്, മതി. അതൊരു ഈശ്വര ആരാധനയായിട്ട് മാറി. സമപ്രായക്കാരായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുക, നല്ലൊരു സുഹൃബന്ധത്തിൽ ഏർപ്പെടുക. അതെന്തായി? അത് സ്വാഭാവികമായിട്ട് ഈശ്വര ആരാധനയായിട്ട് മാറി. കൊച്ചു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, എന്താ മോൻ്റെ പേരെന്താ, മോളെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്താന്ന് രാവിലെ കഴിച്ചത്, ഇതൊന്നും അറിഞ്ഞിട്ടപ്പോൾ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ വാത്സല്യത്തോട് കൂടിയിട്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക,
അത് ഈശ്വര ആരാധനയായിട്ട് മാറണം. അവശരെ സഹായിക്കുക, അർഹിക്കുന്ന കരങ്ങളിൽ ദാനം ചെയ്യാം. ഇതൊക്കെ ഈശ്വര ആരാധനയായിട്ട് മാറുകയാണ്. ഇതൊക്കെ ആർക്ക് സാധിക്കുന്നു? ഒരു നിർഗുണ ഭക്തന് ഈ പറഞ്ഞതൊക്കെ അനായാസേന പറ്റുന്നുണ്ട്. അതുവരെയുള്ളവർക്ക് കുറേശ്ശെ സ്വാർത്ഥതയുണ്ടാവും. അത്ര എളുപ്പത്തിൽ പറ്റിക്കൊള്ളണം എന്ന് ഇല്ല. അപ്പം ഇങ്ങനെ മനസ്സ് നന്നായി നിയന്ത്രിച്ച് എല്ലാറ്റിലും സർവത്തിലും ഈശ്വരനെ കാണാനാണ് കാലം കൊണ്ട് നാം പഠിക്കേണ്ടത്. ഈ ക്ഷേത്രങ്ങളിൽ വരുന്നതും സപ്താഹം പോലെയുള്ള സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നതും നാരായണീയം പോലെയുള്ള ഭക്തികാവ്യങ്ങൾ പഠിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ തന്നെ ആ ഒരു ഭാവത്തിൽ മനസ്സിനെത്തിക്കാൻ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ചെറിയ കഥ പറയാം. പണ്ട് ഒരമ്മ തൻ്റെ കുട്ടിയെ ഇങ്ങനെ നാം ജപിപ്പിക്കുമല്ലോ, സന്ധ്യയ്ക്ക് നാം ജപിക്കുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ നാം ജപിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഥകൾ ആ അമ്മ തൻ്റെ മകനിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ കുട്ടി അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, അമ്മേ, കുറേ ദിവസമായല്ലോ അമ്മ എനിക്ക് ഈ ഗുരുവായൂരപ്പൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുതരാൻ തുടങ്ങിയിട്ട്. ആട്ടെ, ഈ ഗുരുവായൂരപ്പനെ വഴിയിൽ നിന്ന് ഞാൻ കണ്ടാൽ ഇങ്ങനെ മനസ്സിലാവുക? ഞാൻ പോണ സമയത്ത് അവരെ കണ്ടുകയായിരിക്കാം. കണ്ടപ്പോൾ ഇങ്ങനെ തിരിച്ചറിയാം, ഇങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മയ്ക്ക് പറയാൻ തോന്നിയത് എന്താ വെച്ചാൽ, മുഖം ശ്രദ്ധിച്ചാൽ മതി, നല്ല ഒരു ചിരി കാണാം. അങ്ങനെ നന്നായിട്ട് ചിരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലായിക്കോളൂ അതാണ് ഗുരുവായൂരപ്പൻ എന്ന് മനസ്സിലായിക്കോളൂ. അതുതന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് മനസ്സിലായിക്കോളാൻ പറഞ്ഞത്. ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഇവൻ്റെ ഉള്ളിലാണെങ്കിൽ അമ്മയുടെ ഈ വാക്ക്, ചില വാക്കുകളൊക്കെ മനസ്സിൽ നിന്ന് തട്ടും. അതിങ്ങനെ കടന്നിങ്ങനെ തിരിഞ്ഞെടുക്കും. അപ്പോൾ ഒരുപാട് കഥകൾ ഈ അമ്മ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ കൊണ്ടത് ഈ ഒരു ചിരിയുടെ കഥ മാത്രമേ കൊണ്ടിട്ടുള്ളൂ. വേറൊന്നും അവൻ്റെ തലയിൽ പോയില്ല. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്തോ കാരണവശാൽ 4 മണിക്ക് വിടേണ്ട വിദ്യാലയം ഒരു 10:15-10:30 കൊണ്ട് വിട്ടു. ഇവൻ പുറത്തിറങ്ങി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു. ആരുമില്ല, അധികം ആരുമില്ല അവിടെ. 10:15 ആരും 10:30 ആരുമില്ല. ഇവൻ അവിടെ ഒരു ബെഞ്ചിലിങ്ങനെ ഇരുന്നു. ബസ് സ്റ്റോപ്പിൽ ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിലിങ്ങനെ ഇരുന്നു വാഹനം കാത്തിരിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴോ ഒരു മഹാവൃദ്ധൻ അങ്ങോട്ട് കയറി വന്നു. ഒരു പ്രാകൃത വേഷത്തിലെ ഒരു വൃദ്ധൻ അങ്ങോട്ട് കയറി വന്നു. ഇവൻ്റെ നേരെ മുമ്പിലായിട്ട് ഒരു ഇരിപ്പിടം വേറെയുണ്ട്, അവിടെയാണ് അദ്ദേഹം ഇരുന്നത്. ഇവരൊന്നും വേണ്ടിയില്ല. കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇവൻ ആ വൃദ്ധൻ്റെ മുഖത്ത് നോക്കി, ആ വൃദ്ധൻ ഇവൻ്റെ മുഖത്ത് നോക്കി. ലേശം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധൻ പതുക്കെ ഒന്ന് അവനോട് ചിരിച്ചു. അപ്പോൾ ഇവൻ അങ്ങോട്ട് ചിരിച്ചു. എത്ര നേരം ചിട്ടാ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചിരി അങ്ങോട്ട് നിർത്തി. ശരിക്കും ഗുരുവായൂരപ്പനെ വീണ് നമസ്കരിക്കണം. എന്താ വെച്ചാൽ 365 ദിവസം 24 മണിക്കൂറും ചിരിച്ചോണ്ട്, അല്ലാത്തൊരു മുഖം ആ ഭഗവാനില്ല, അല്ലേ? അപ്പോൾ ഇവനെന്താ വേണ്ട വെച്ചാൽ ആ ചിരി ഒന്നുകൂടി കാണണം തോന്നിപ്പോയി. അപ്പോൾ ഇടനേരത്ത് കഴിക്കാൻ എന്തോ പലഹാരം കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ചി തുറന്ന് ആ പലഹാരത്തിന് ഒരു കഷ്ണം എടുത്തിട്ട് ആ വൃദ്ധൻ്റെ കയ്യിൽ കൊടുത്തു. വൃദ്ധനത് ചിരിച്ചുകൊണ്ട് വാങ്ങി കഴിച്ചു. ചിരി നിർത്തി. ഇവർ വീണ്ടും ആ ചിരി കാണും. ഒരു കഷ്ണം കൂടി എടുത്തു, കൊടുത്തു, ചിരിച്ചു. അത് ചുരുക്കം പറഞ്ഞാൽ ഇവരൊരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ല. അങ്ങോട്ട് നോക്കി ചിരിച്ചു, ഇങ്ങോട്ട് നോക്കി ചിരിച്ചു. അങ്ങനെ ചിരിച്ച് ചിരിച്ച് 10:20 തുടങ്ങിയ ചിരിയാണ് ഇപ്പോൾ സമയം വൈകിട്ട് 3:30 അതുവരെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വൈകുന്നേരമായ സമയത്ത് വൃദ്ധം പറഞ്ഞു, ആ മുത്തശ്ശൻ പറഞ്ഞു, മുന്നേ ഇനിയും നീ ഇവിടെ ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ കാണാതെ വിഷമിക്കും. അതുകൊണ്ട് പോയിക്കൊടുക്കാം, ഇവയെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത് വന്ന വാഹനത്തിൽ അവരെ കയറ്റിവിടുകയും ചെയ്തു. അന്ന് സന്ധ്യയ്ക്ക് ഇങ്ങനെ നാമം ജപിച്ച് കഥ പറയാനായിട്ട് അമ്മ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, ഇവൻ പറഞ്ഞ അമ്മയോട്, അമ്മേ, എനിക്കൊരു കഥ അങ്ങോട്ട് പറയാനുണ്ട്. ഞാൻ ഇന്ന് ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കൊരു കൗതുകമായി. നീ ഗുരുവായൂരപ്പനെ കണ്ടോ? ആട്ടെ, എങ്ങനെയുണ്ടാകും ഗുരുവായൂരപ്പൻ കാണാൻ വേണ്ടിയിട്ട്? എന്തായിരുന്നു വേഷം? പെട്ടെന്ന് അമ്മ വിചാരിച്ചെന്താ വെച്ചാൽ ഇപ്പൊ അവനായിട്ട് പറയും, പീതാംബരം കരവിരാജിത ചക്ര ശൃംഖലമോദരി സദസ്യം കരുണാസമുദ്രം, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന വിചാരിച്ചു. നാമൊന്നും വരാം. ആട്ടെ, എന്താണ് ഗുരുവായൂരപ്പൻ്റെ വേഷം? അമ്മേ, എനിക്ക് തോന്നുന്നു
ആ ഗുരുവായൂർ കുളിച്ചിട്ടൊരു 10 ദിവസമായിട്ടുണ്ടാവും. അതെ, ഒരു മുഷിഞ്ഞ, ഒരു വല്ലാത്ത മുഷിഞ്ഞ മുണ്ടാണ് ആ ഗുരുവായൂർ കൊണ്ടിരിക്കുന്നത്. താടി മുടിയൊക്കെ നീണ്ടിട്ടുണ്ട്. ആകെ കൂടി വല്ലാത്തൊരു രൂപം. പിന്നെ നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് അത് ഗുരുവായൂരപ്പനാണ് എന്ന്? നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അല്ല, അമ്മ പറയാതെ നന്നായിട്ട് ചിരിക്കും. ആ ചിരി കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം അതാണ് ഗുരുവായൂരപ്പൻ. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രകാശം ഉണ്ടാവുക തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് ഈ സന്തോഷം ഉണ്ടാവുന്നത്, ഭക്തിയിലൂടെ ആനന്ദത്തിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? അന്യചിന്തകളെ മനസ്സിനെ ബാധിക്കാതിരിക്കുമ്പോഴാണ്. അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. രാഗമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അവിടെ എത്തേണ്ടത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി അത് ഗുരുവായൂരപ്പനാണ് എന്ന് മനസ്സിലാക്കി. വേറൊരു രസം കൂടിയുണ്ട്. ഈ വൃദ്ധൻ, കുട്ടിയുടെ കഥയിലെ പറഞ്ഞപ്പോൾ, ഈ വൃദ്ധനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അന്ന് സന്ധ്യയ്ക്ക് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പത്നി മുമ്പിലിരിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, അതെ ഇന്ന് നല്ല രസമുണ്ടായിട്ടോ. ഇങ്ങനെ രാവിലെ കഴിഞ്ഞിട്ട് അങ്ങനെ നടക്കുമല്ലോ, അങ്ങനെ നല്ല രസമുണ്ടായി. അതെന്താണ്ടായി? ഞാനേ ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് പറഞ്ഞു. ഈ വൃദ്ധൻ പറഞ്ഞു ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. അപ്പോൾ അവർ ചോദിച്ചു, ഇന്ന് ഗുരുവായൂർ പോയോ, അല്ലെ എവിടെ ക്ഷേത്രങ്ങളിൽ പോയോ? എവിടുന്നാണ് ആ ഗുരുവായൂരപ്പനെ കണ്ടത്? ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടത് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അതെങ്ങനെയാണ്? അപ്പം എന്താ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വേഷം എന്താ? കണ്ട ഒരു 12-13 വയസ്സ് പ്രായം തോന്നിക്കും. നല്ല ഉപ്പായം കഴിക്കുന്നുണ്ട്, ഒരു സഞ്ചിയുണ്ട്, പിന്നെ എന്തോ കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കഷ്ടിച്ചൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെന്ന് തോന്നുന്നു ആ ഗുരുവായൂരപ്പൻ. 8ാം ക്ലാസ് പഠിക്കുന്ന ഗുരുവായൂരപ്പനെയാണ് ഇപ്പോൾ ആ മുത്തശ്ശൻ കണ്ടിരിക്കുന്നത്. ആട്ടെ, എങ്ങനെയാണ് മനസ്സിലായത് ഗുരുവായൂരപ്പന? അല്ല, നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയാണ് എന്നെ ആ ഗുരുവായൂരപ്പനിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ? മനസ്സിനെ ആ നിർഗുണ തലത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ മഹതാം ബഹുമാനേന ദീനാനാം അനുകമ്പയാ മൈത്ര്യാ ശ്രീവാത്മതുല്യേഷു സർവത്തിലും ആ ഈശ്വരനെ കാണാനായിട്ട് സാധിക്കുന്നു എന്നർത്ഥം. ഇനി ഇപ്പം 4ന്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത 9 നവധ ഭക്തി, 9 പടികൾ, സോപാനം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായി 9? ഈ ഇരിക്കുന്ന ഏവർക്കും അറിയുന്ന ശ്ലോകമാണ്. ഇത് പറയാത്ത ആരും ഉണ്ടാവില്ല. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ശ്രവണം ആദ്യം വേണ്ടത് കേൾക്കുക വേണ്ടത്, അല്ലേ? ശ്രവണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കേൾക്കുക, എത്രത്തോളം കേൾക്കാൻ സാധിക്കുമോ അത്രത്തോളം കേൾക്കുക. ഇപ്പോൾ സപ്താഹങ്ങളൊക്കെ പോയിട്ട് കേൾക്കുക എന്നാണ് പറയാം. ഇപ്പോൾ സപ്താഹങ്ങൾ അതേ ഇല്ലാത്തതുകൊണ്ടാണ് സപ്താഹങ്ങൾ കേൾക്കാൻ പോവാണ്. ആരെയും പറയും ഞാൻ സപ്താഹം കാണാൻ പോവാണെന്ന് പറയും. എന്നുവെച്ചാൽ അവിടെ ഒന്നും കാണാനില്ല, ഒന്നും കാണിക്കാനില്ല. അവിടെ എന്തേ ഉള്ളൂ? കേൾക്കാൻ മാത്രമേ ഉള്ളൂ. കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. അപ്പോൾ പഴയകാല ആചാര്യന്മാരൊക്കെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നാണെങ്കിൽ സപ്താഹങ്ങൾക്ക് മുമ്പിൽ പുസ്തകം നോക്കിയിരിക്കുന്ന സമ്പ്രദായമുണ്ട്. എന്നാൽ പഴയ കാലത്ത് പുസ്തകം നോക്കിയിരിക്കാൻ സമ്മതിക്കില്ല. നല്ല ഉദ്ദേശത്തിലാണ് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നേരായ അർത്ഥം മാത്രമേ എടുക്കാവൂ. ഇനി പുസ്തകം നോക്കരുതെന്നോ വായിക്കരുതെന്നല്ല ഈ അർത്ഥം, ഇങ്ങനെയൊന്നും എടുക്കരുത്. അപ്പോൾ പഴയ കാലത്ത് ഇങ്ങനെ സപ്താഹം നടക്കുന്ന സമയത്ത് ആരെങ്കിലും മുമ്പിൽ ഇങ്ങനെ പുസ്തകം വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യാച്ചാൽ, ഈ ആചാര്യന്മാരെന്താ ചെയ്യാച്ചാൽ, ഒന്ന് തലയിങ്ങനെ താത്തും. തലയിൽ താഴ്ത്തിയിട്ട് ആ പുസ്തകം നോക്കുന്ന ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ഈ കണ്ണടയുടെ ഇടയിൽ കൂടെ നോക്കുക, ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തോട് ഒന്നും പറയില്ല. ആ നോട്ടത്തോട് കൂടിയിട്ട് പുസ്തകം നോക്കുന്ന ആൾ പുസ്തകം മടക്കിയിട്ട് സഞ്ചരി വെച്ചിട്ടുണ്ടാവും. അതവസ്ഥ. അതിന് കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ വായിക്കുന്ന സമയത്ത് സപ്താഹത്തിൽ പാരായണത്തിനാണ് 100% പ്രാധാന്യം. ഈ കഥകളൊക്കെ പറഞ്ഞതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സപ്താഹ വിധിയിൽ പാരായണത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഈ അതിർത്തിയുടെ ഈ ഭാഗത്തിരിക്കുന്നവർ വക്താക്കളും ഈ അതിർത്തിയുടെ ആ ഭാഗത്തിരിക്കുന്നവർ ശ്രോതാക്കളുമാണ്. അപ്പോൾ ഈ വക്താക്കൾക്ക് എന്നൊരു അഭ്യാസം ഉണ്ടാവും.
നിത്യാഭ്യാസമുള്ളത് എന്താണെങ്കിലും അതൊരു ഇങ്ങനെയാണ് ഒഴുകിലാണ് പോയി കിട്ടും. അത്ര ഒരു അഭ്യാസം ശ്രോതാക്കൾക്ക് ഉണ്ടായിക്കൊള്ളമില്ല എന്നല്ല പറയണത്, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ കൂടുതലൊരു അഭ്യാസം ഈ വക്താക്കളായിട്ട് വന്നവരുണ്ടാവും. അപ്പോൾ ഇപ്പം ഇങ്ങനെ സപ്താഹത്തിലൊക്കെ സമയം വൈകി, ഇപ്പം ഇന്ന് അധ്യായം എത്തണമെന്നുണ്ടല്ലോ, ഇത്ര സമയത്തുള്ള ഇത്ര അധ്യായം വായിച്ചു കഴിയണമെന്നൊക്കെ ഉണ്ട്. അഥവാ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് വേഗം തന്നെ വായിച്ചു എന്നിങ്ങനെ വായിച്ചു വരും. അത് വളരെ വേഗത്തിലാണ് വായിക്കുക. അപ്പം നിത്യാഭ്യാസമുള്ളവർക്ക് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു പദം കഴിഞ്ഞാൽ അടുത്ത പദം എന്താണ് ചിലപ്പോൾ എന്നുള്ള പരിചയം കൊണ്ടാണത്. എല്ലാവർക്കും സാധിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു പദം കണ്ട അടുത്ത് പെട്ടെന്ന് വരും, സ്വാഭാവികമാണ്. അപ്പോൾ വളരെ വേഗത്തിനായിട്ട് വായിക്കുന്ന സമയത്തോ ഈ മുമ്പിലിരിക്കുന്നവർ നല്ല രസമാണ്. ഇവിടെ നല്ല ഉയരമുള്ള വേദിയാണെങ്കിൽ താഴത്തേക്ക് നോക്കാനും രസമാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ പുസ്തകത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ ഓടുന്നുണ്ടാവും, വെള്ളം ഇങ്ങനെ ഓടുന്നുണ്ടാവും. ഇങ്ങനെ ഒരു വളരെ വേഗത്തിൽ വായിക്കും, വളരെ വേഗത്തിൽ കൈ ഇങ്ങനെ ഒട്ടിക്കും. അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ഒരു അക്ഷരം എന്നും പറഞ്ഞ് ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ അപ്പം എന്താവും, ഈ കയ്യും കണ്ട് വലിയും. ഈ കയ്യും കണ്ട് വലിഞ്ഞാൽ പിന്നെ എവിടെയാണ് വായിച്ചെത്തിയത് ഈ ശ്ലോകത്ത് കാണുക. അവസാനം എന്ത് ചെയ്യും? അവസാനം അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അപ്പുറത്തേക്ക് നോക്കും, ഇപ്പുറത്തേക്ക് നോക്കും. എവിടെ നോക്കിയാലും ഈ ശ്ലോകത്ത് കാണില്ല. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാച്ച തൊട്ടടുത്ത് ഒരു സാധു ഒരു പുസ്തകം വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. പതുക്കെ ആ പാവത്തിൻ്റെ കയ്യിലേക്ക്, പാവത്തിൻ്റെ പുസ്തകത്തിലേക്ക് തൻ്റെ കൈ കൊണ്ട് വയ്ക്കാം. ആ കൈ വയ്ക്കേണ്ട താമസം അയാളുടെ ശ്രദ്ധ പാടി. അയാൾ തൊട്ടടുത്ത ആളെ നോക്കി. അപ്പോൾ അവരുടെ ശ്രദ്ധ പാടി. ചുരുക്കം പറഞ്ഞാൽ അടുത്തിരിക്കുന്നൊരു 10-12 പേരുടെ ശ്രദ്ധ പാടാൻ വലിയ താമസമില്ല, അല്ലേ? എന്നാൽ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുക. ശ്രദ്ധിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അമൃത്, ഈ പദങ്ങൾ, ഔഷധ വീര്യമുള്ളതായ ഈ പദങ്ങൾ, ഭാഗവത പദങ്ങൾ അറിയാതെ ഈ കർമ്മത്തിലൂടെ അകത്ത് കയറിയിട്ട് ആ ഗുരുവായൂരപ്പൻ നന്നായിട്ട് പ്രകാശിച്ചു കിട്ടാം. വീണ്ടും പറയുന്നു, നോക്കാതിരിക്കുന്നത് ഇതൊന്നും ആർത്ഥത്തിൽ പറഞ്ഞതല്ല. പഠിക്കണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ നോക്കുന്നതാണ്, അത് വേറെ വിഷയം. അപ്പോൾ നന്നായിട്ട് കേൾക്കുക. അതാണ് ഈ ശ്രവണത്തിന് പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല പ്രാധാന്യമാണ്. കുട്ടികൾ, കൊച്ചു കുട്ടികളെ ശ്രദ്ധിച്ചോളൂ. ശബ്ദത്തിൽ നിന്നാണ് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലേ? വളരെ ഈ മനുഷ്യക്കുട്ടികളെന്നല്ല, ഏത് ജീവികളെ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഈ ശബ്ദത്തിനാണ് ആദ്യം കുറിച്ചെടുക്കുക. അതാണ് ശ്രവണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം. ഇനി എന്താണോ കൂടുതലായിട്ട് കേൾക്കണത് അത് ഉള്ളിൽ ഉറയ്ക്കും. കേട്ട് 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 എന്ന് ഉറയ്ക്കും. ഇപ്പോൾ ഇന്ന് രാമായണവും ഭാഗവതവും ഇന്നാണല്ലോ കാലത്തല്ലേ ഈ പുസ്തകമൊക്കെ. പണ്ട് കാലത്ത് എന്ത് പുസ്തകമാണ്? ഈ രാമായണത്തെയും ഭാഗവതത്തെയൊക്കെ നമസ്കരിക്കുന്ന ശരിക്കാൻ വേദങ്ങൾ, ചില സൂക്തങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് വന്നത്? കേട്ട് 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 ആചാര്യമുഖത്ത് കേട്ട് ശിഷ്യ പ്രശിഷ്യ പരമ്പരകളായിട്ടാണ് ഇന്നും ഈ ശ്രീമദ് ഭാഗവതവും രാമായണവും ശിവപുരാണവും ഒക്കെ നിൽക്കുന്നത്. ഇന്ന് മാത്രമേ ഇന്നത്തെ കാലത്തായി പുസ്തകങ്ങളൊക്കെ വന്നിരിക്കുന്നത്. മുമ്പ് അതൊന്നുമില്ല. ഓലയെഴുത്തിന് മുമ്പ് എന്തേ ഉള്ളൂ, അല്ലേ? പറഞ്ഞു കേട്ട പഠിപ്പന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. അതാണ് ശ്രവണത്തിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം. ഇനി അടുത്തതാണ്, രണ്ടാമത്തെ പടിയാണ് കീർത്തനം. അപ്പം എന്താണോ കൂടുതലായിട്ട് കേട്ടത് അത് താനേ നാവിൽ വരും. ഒന്നും വേണ്ട. ഒരു സിനിമാ പാട്ട് അടുപ്പിച്ച് കേട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ അതേ നാവിൽ വരും, അല്ലേ? അപ്പം എന്തുകൊണ്ട് ഭാഗവതം, രാമായണം, നാരായണീയം ഇതൊക്കെ ഒന്ന് കേട്ടു. ഇതിങ്ങനെ കേട്ട് 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 അവസാനം താനേ നമ്മുടെ നാവിൽ ഇത് വരും. അതാണ് കീർത്തനം. കീർത്തനം ഉറയ്ക്കുമ്പോഴാണ് സ്മരണം ഉറയ്ക്കുക. കീർത്തനം നന്നായിട്ട് ഉറയ്ക്കണം. അങ്ങനെ ഉറയ്ക്കുമ്പോഴാണ് സ്മരണം വരിക. ഒരാളെ കുറിച്ച് ധാരാളമായിട്ട് കേട്ട് കഴിഞ്ഞാൽ താനേ തോന്നും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. ഇന്നാളിങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ആരോഗ്യപ്പെട്ടെ. അപ്പോൾ അറിയാതെ തോന്നും എവിടെയെങ്കിലും വെച്ച് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നും. അപ്പോൾ കാണുമ്പോഴാണ് ആ രൂപം ഉള്ളിൽ ഉറയ്ക്കുക. അപ്പോൾ രൂപസ്മരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ച് കേട്ടു. അപ്പോൾ രൂപമില്ലാത്ത ഭഗവാന് ഈ രൂപം കൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സത്യത്തിൽ രൂപമോ ഭാവമോ ഒന്നുമില്ല ഈശ്വരന്. അപ്പോൾ അങ്ങനെയുള്ള ആ സർവേശ്വരന് ശിവനായിട്ടും വിഷ്ണുവായിട്ടും ഭഗവതിയായിട്ടും അയ്യപ്പനായിട്ടും ഭദ്രകാളിയായിട്ടും ഒക്കെ രൂപം കൽപ്പിച്ചിരിക്കുന്നത്
ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, ആ രൂപസ്മരണത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്മരണം നന്നായിട്ട് ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ, സ്മരണം നന്നായിട്ട് ഉറയ്ക്കണം. അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ സേവാബുദ്ധി ഉണ്ടാവും. പാദസേവനം, അതാണ് 4ാമത്തെ പടവ്. സേവനം എന്ന ആ ഒരു മനസ്സുണ്ടാവും. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം, അപ്പോൾ എങ്ങനെയെങ്കിലും സേവിക്കണം, ആ ഒരു ഭാവം ഉണ്ടാവും. തുടർന്ന് 5ാമത്തതാണ് അർച്ചനാബോധമാണ്. അർച്ചിക്കാനുള്ളതായ ഒരു വാസന ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് അർച്ചിക്കുക? പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിക്കാറുണ്ട്. ആ പുഷ്പാർച്ചന ഭഗവാന് വളരെ വിശേഷം. ഇപ്പോൾ അമ്പലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് കഴിക്കുന്ന വഴിപാടാണ് പുഷ്പാഞ്ജലി അർച്ചന. അത് പ്രാദേശികമായിട്ട് ഓരോ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ, അല്ലേ? അപ്പോൾ പൂക്കളെ കൊണ്ട് അർച്ചിക്കാറുണ്ട്. ഇനി സ്വഭവനത്തിൽ വെച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും സഹസ്രനാമോ, ഇപ്പോൾ സഹസ്രനാമൊക്കെ ജപിക്കുന്ന സമയത്ത് പുഷ്പാഞ്ജലി കഴിക്കാറുണ്ട്, അർച്ചിക്കാറുണ്ട്. അപ്പോൾ അർച്ചന ഭാവം ഉണ്ടാവണം. അപ്പോൾ ഹൃദയത്തെയാണ്, പുഷ്പം എന്ന് വെച്ചാൽ ഹൃദയം തന്നെയാണ്. അപ്പോൾ ഹൃദയത്തെയാണ് അവിടെ അർച്ചിക്കുന്നത്. അപ്പോൾ അർച്ചിക്കാനുള്ളതായ ആ ബോധം ഉണ്ടായിരിക്കണം, അർച്ചനാ ബോധം ഉണ്ടാകണം. തീർന്നില്ല. അടുത്തത് വന്ദന. എല്ലാവരെയും, ഇന്ന് ആളുകളൊന്നുമില്ല, അപ്പോൾ എല്ലാവരെയും വന്ദിക്കുക. വന്ദിക്കുക വെച്ചാൽ ഈ തുഴ നമസ്കരിക്കാനുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അർഹിക്കുന്ന, യഥോചിതം എന്നാണ് പറയുന്നത്, അർഹിക്കുന്ന രീതിയിലുള്ള ആരാധന. കൊച്ചു കുട്ടികളും കുഴാറില്ല നമസ്കരിക്കാറില്ല, പക്ഷേ അവരെ ആരാധിക്കുന്നുണ്ട്, മുതിർന്നവരെ ആരാധിക്കാറുണ്ട്, സമപ്രായക്കാരെ ആരാധിക്കാറുണ്ട്, പക്ഷികളെ, മൃഗങ്ങളെ, ഉലകവർഗങ്ങളെ, സർവ്വപ്രാണികളെ ആരാധിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരെയും വന്ദിക്കാനുള്ളതായ ആ ഒരു വാസന അകത്തുണ്ടാകണം, ക്രമത്തിലുണ്ടാകുന്നുണ്ട്. വന്ദനം കഴിഞ്ഞാലോ അപ്പോഴാണ് ദാസ്യം. ആ ദാസ്യഭാവത്തിലെത്തിയ വലിയൊരു കാര്യമാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ അഹങ്കാരം നിലനിൽക്കുക. ഇത് തെളിയിച്ച പരമഭാഗവതനാണ് സാക്ഷാൽ ആഞ്ജനേയൻ. അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ, ദാസോഹം കൗസലേന്ദ്രസ്യ. രാവണന്റെ സഭയിൽ പോയിട്ട് നീ ആര് എന്ന് ചോദിച്ച സമയത്ത് താൻ ഹനുമാനാണ്, അഞ്ജനാമുഖനാണ്, ഇങ്ങനെ അല്ലേ പറഞ്ഞത്. താനാരാ? ദാസോഹം കൗസലേന്ദ്രസ്യ. ആ കൗസലപതിയുടെ ദാസൻ മാത്രമാണ്. തൻ്റെ പതി പിന്നെ ആരാണെന്ന് പരിചയപ്പെട്ടു. മമ്മപതി ഭുവനപതി കേമായിട്ട് പറയുന്നത്, എൻ്റെ പതി ഈ സർവ്വചരാചരങ്ങളുടെയും നാഥനാണ്. ആ പതിക്ക് മുകളിലായിട്ട്, തൻ്റെ പതിയായിരിക്കുന്ന ശ്രീരാമേന്ദ്രന് മുകളിലായിട്ട് ആരുമില്ല. അതാണ് ദാസ്യഭാവമാണ്. അതിനുശേഷം മാത്രമേ താൻ ആരാന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു കൊടുത്തു. ആരെയും ദാസൻ എന്ന് പറയേണ്ടത്, ദാസൻ മാത്രം പറഞ്ഞാൽ പോരാ, ഈ ദാസൻ ആരാന്ന് പറയണ്ടേ, അതിനുവേണ്ടി മാത്രം താൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദാസ്യഭാവത്തിലേക്ക് എത്തും. അടുത്ത ഒരു പടവാണ് സഖ്യം. നല്ല ഒരു ബന്ധം. അർജുനെ പോലെ എന്ന് പറയാം, ഉദ്ധവരെ പോലെ എന്ന് പറയാം. അർജുനെ പോലെ, ഉദ്ധവരെ പോലെ, സുഗ്രീവനെ പോലെ ഒക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ബന്ധം, ഈശ്വരനായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുക, സഖ്യത്തിൽ ഏർപ്പെടുക. ഏറ്റവും അവസാനത്തതാണ്, 9ാമത്തതാണ് ആത്മനിവേദനം. സ്വയം സമർപ്പിക്കാൻ. എവിടെ? ഈശ്വരനായിട്ട് സമർപ്പിക്കാൻ. നല്ല ഉദാഹരണമാണ് വിഭീഷണൻ. ഏടനായിരിക്കുന്ന രാവണൻ അവിടെ പിടിച്ച് പുറത്താക്കിയ സമയത്ത് തനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. നേരെ അന്തരീക്ഷശ്രീമൻ ന്യായവാദി വിഭീഷണ നേരെ ഉയർന്നു ആകാശത്തിലേക്ക്. ചതുർഭി സഹരാക്ഷസൈ, 4 രാക്ഷസന്മാരോട് കൂടിയിട്ട് നേരെ പോയത് കണ്ട ഭഗവാന്റെ സന്നിധിയിൽ ഓടിപ്പോയിട്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നമസ്കരിക്കും, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എവിടെയാണ് നമസ്കരിക്കുന്നത്? സർവലോക ശരണ്യായ രാഘവായ മഹാത്മനെ. സർവലോക ശരണ്യായ, സർവലോകങ്ങളും സർവലോകരും ഏതൊരു പാദത്തെയാണോ ശരണം പ്രാപിക്കുന്നത്, സർവലോക ശരണ്യായ ആ പാദത്തെയാണ് ഈ ഉള്ളവനും ഇപ്പം ശരണം പ്രാപിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഏവർക്കും അവസാന ഗതി അതന്നെയാണ്, വേറൊന്നുമില്ല.
നമ്മൾ ഓരോരുത്തരും ഒരു ദിക്കിന്ന് പുറപ്പെട്ടു പല വഴിക്ക് സഞ്ചരിക്കുന്നു. ഏത് വഴിക്ക് സഞ്ചരിച്ചാലും അവസാനം എത്തേണ്ടത് അവിടെയാണ്. പിന്നെ ഓരോ വഴിക്ക് പോണ സമയത്ത് വേഗതയിൽ വ്യത്യാസം ഉണ്ടാവും. കയറ്റത്തിൽ കുറച്ച് പതുക്കിയാവും, ഇറക്കത്തിൽ കുറച്ച് വേഗമാവും, പല പല വഴികളുണ്ടാവും. പിന്നെ പല ദുർഘടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്യാൻ കുറച്ച് താമസമാവും. അപ്പോൾ ഇതൊന്നും മനസ്സിന് ബാധിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലതല്ല അവിടെ സമർപ്പിക്കുക. അവിടെ സമർപ്പിക്കല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഇതാണ് 9. ഇപ്പോൾ 9 കുറിച്ച് പറഞ്ഞു വയ്ക്കണം. അപ്പോൾ 4 കേട്ടു, ഇനി 9 ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ 9 ഇപ്പോൾ ഭാഗവതത്തെ ആധാരമാക്കിയിട്ടാണ് ഇപ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അങ്ങനെ 9 പറഞ്ഞത്. ഇത് തന്നെ മറ്റൊരു ശൈലിയിൽ അധ്യാത്മരാമായണം പറയുന്നുണ്ട്. ആശയം ഒന്ന് തന്നെയാണ്, പക്ഷെ ആ ഒരു ശൈലിയിലെ ചെറിയ ഒരു വിന്യാസം. ശബരി ദേവിക്കായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു. അതിൽ ഒന്നാമതായിട്ട് വേണ്ടത് സത്സംഗമാണ്, സജ്ജന സംസർഗമാണ്. ഭാഗവതരാണ് ശ്രവണം പറഞ്ഞു. ഭാഗവത ശ്രവണമൊക്കെ ഈ സത്സംഗത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ സത്സംഗം ഏറ്റവും കൂടുതൽ പ്രാധാന്യം, പ്രത്യേകിച്ച് കലികാലത്ത് ഈ സത്സംഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. മനസ്സിനെ മാറ്റാൻ ഈ സത്സംഗത്തിന് സാധിക്കും. മനസ്സിനെ ശുദ്ധമാക്കാൻ ഈ സത്സംഗത്തിന് സാധിക്കും. അപ്പോൾ ബന്ധം വയ്ക്കുന്നത് ഈ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, പക്ഷേ നല്ലവരായിട്ട് ജീവിതത്തിൽ ബന്ധം വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സ് താനെ ശുദ്ധമാവാൻ കാരണമായിട്ട് തീരും. ഒരു സുഗ്രീവൻ രാമനായിട്ട് ബന്ധം വെച്ചു. ഈ രാമനായിട്ട് ബന്ധം വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ളിൽ ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. വെറുതെ ഒന്നുമല്ല രാമനായിട്ട് കൂട്ടുകൂടിയത്. അപ്പോൾ ഈ രാമനായിട്ട് കൂട്ടുകൂടാൻ കാരണം എന്തൊക്കെയാണ്? ഒന്ന്, ഏട്ടനെ കൊല്ലണം. നോക്കണേ, ഉദ്ദേശം നോക്കണം. ഒന്ന്, ഏട്ടനെ കൊല്ലണം. 2, നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കണം, രുമയെ വീണ്ടെടുക്കണം. 3, ഒരു 12 ദിവസത്തോളം കിഷ്കിന്ധയുടെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇരുന്നോട് കൂടിയിട്ട് ആ സുഖം എന്താണെന്ന് മനസ്സിലായി. അത് കുറേ കാലം കിട്ടണമെന്ന് തോന്നല്. അപ്പോൾ ഈ ആകെ 3 കാര്യവും, ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് കോദണ്ഡപാണിയായിരിക്കുന്ന രാമനായിട്ട് പോയിട്ട് ബന്ധിപ്പിച്ചത്. എന്നിട്ടും ഇത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ ഒരു വിശ്വാസക്കുറവുകൊണ്ട് രാമനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ തലയോട്ടി അങ്ങോട്ട് നീക്കി വയ്ക്കണം എന്ന് പറഞ്ഞു. തൊടാൻ പോലും പോയില്ല. കാലിൻ്റെ പെരുവലിനെ കൊണ്ട്, ഈ കാലിൻ്റെ പെരുവലിൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സ്വതവേ ഒരു പ്രവൃത്തിയുടെ അങ്ങനെ സ്വാധീനമുള്ളതല്ല ഈ കാലിൻ്റെ പെരുവലിൽ. അതുകൊണ്ട് ഒരു തട്ടങ്ങൾ തട്ടി എത്രയോ ദൂരത്തെത്തിയെന്നാണ് പറഞ്ഞത്. എത്രയോ യോജന ദൂരത്താണ് അത് എത്തിയത്. അത് മാത്രമല്ല, സപ്തസാനങ്ങൾ ഒരമ്പ് കൊണ്ട് ഈ 7 വൃക്ഷങ്ങളെ തട്ടിത്തെറിപ്പിച്ചു. രാമൻ ആരാണ് എന്ന ഉത്തമ ബോധ്യം ആ സുഗ്രീവനുള്ളിലുണ്ടായി. സത്സംഗത്തിന്റെ മഹത്വമാണ്. നേരെ പോയിട്ട് ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഇന്നിപ്പോൾ എനിക്കൊന്നും വേണ്ട. ചില ആവശ്യാർത്ഥാണ് അങ്ങായിട്ട് കൂട്ടുവെച്ചതെങ്കിലും അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്നിപ്പോൾ പോയിട്ടുണ്ട്. എൻ്റെ മനസ്സിപ്പോൾ പറയണം, മണ്ണിനായി ഒഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ലേശം മണ്ണെടുക്കാനായിട്ട് പോയതാ. ഈ മണ്ണെടുക്കാൻ പോയ ആൾക്ക് പൊന്ന് കിട്ടിയ, സ്വർണം കിട്ടിയ എന്തൊരു സന്തോഷമാണ് ഉണ്ടാവുക. ആ ഒരു സന്തോഷമാണ് രഘുപതേ എനിക്കിപ്പോൾ തോന്നുന്നത്. ഒന്നും വേണ്ട. ഇത് സത്സംഗത്തിന്റെ മഹത്വം. ഇനി ഒന്നാമത്തെ കാര്യമാണ് സത്സംഗത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്. രണ്ടാമത് വേണ്ടത് കഥാലാപം എന്നാണ്. ഭഗവത് കഥകൾ വിസ്തരിക്കാൻ ഒരുപാട് കഥകൾ നമ്മൾ നോക്കുന്നുണ്ട്. കൃഷ്ണന്റെയും രാമന്റെ ഒക്കെ അനവധി കഥകളുണ്ട്. ഏതെങ്കിലും കഥകൾ ഇങ്ങനെ വിസ്തരിക്കാൻ, ആ കഥയിലൂടെ എവിടെ എത്താൻ? കഥയിലൂടെ കാര്യത്തിലേക്ക് എത്താൻ, ആ ഈശ്വരനിലേക്ക് എത്താനാണ്. കഥകൾ പറയുമ്പോൾ പല പല കഥകൾ പറയും. ആ കഥയിലൂടെ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കാം. കുറേ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതായിട്ട് സംഭവിക്കുന്നതാണ് ഗുണകീർത്തനം. ഈ കഥകൾ, ഈശ്വര കഥകൾ കേൾക്കുമ്പോഴല്ലേ ആ ഈശ്വരീയായിട്ട് ഗുണങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഗുണകീർത്തനം എന്ന ആ തലത്തിലേക്ക്. പിന്നെ വേണ്ട എന്താ? ഭഗവാൻ പറഞ്ഞു, ഭഗവത് വചന വ്യാഖ്യാനം ക്രമത്തിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്. ഒന്നാമത് സത്സംഗം ഉണ്ടാവുക, രണ്ടാമത് കഥാലാപം ഉണ്ടാവുക, മൂന്നാമത് ഗുണകീർത്തനങ്ങൾ ഉണ്ടാവുക, നാലാമതായിട്ട് വചന വ്യാഖ്യാനം. മഹാഭാരതം വായിച്ച്
അവസാനം അതിങ്ങനെ കടഞ്ഞ് അതിനകത്തുള്ളതായ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ഗീതാ പഠനം ആവശ്യമാണ്. ഭഗവാന്റെ വാക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കുക, ശ്രീമദ് ഭാഗവതം കൂടുതൽ പഠിക്കുക, ഭാഗവത കഥകളിലൂടെ പോവുക, ഭഗവത് സ്തുതികൾ ധാരാളം ജപിക്കുക. കുന്തിസ്തുതിയുണ്ട്, ഭീഷ്മസ്തുതിയുണ്ട്, കുറേ സ്തുതികളൊക്കെ ഭാഗവതമുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിലൂടെ ക്രമത്തിൽ ചില വാക്കുകളിലേക്ക് ഭഗവത് വാക്യങ്ങളുണ്ട്, കപിലോപദേശമുണ്ട്, പൃഥു മഹാരാജാവിൻ്റെ ചില ഉപദേശങ്ങളുണ്ട്, ജഡഭരതൻ രഘുഗണ മഹാരാജാവിന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്, അതുപോലെ ഏകാദശി ധ്രുവോപദേശമുണ്ട്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. അതിൽ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും, പിന്നെ ചിലത് പ്രത്യേകമായിട്ട് എടുത്ത് കൂടുതലായിട്ട് പഠിക്കാൻ. അതാണ് ഭഗവത് വചന വ്യാഖ്യാനം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിച്ച് പതുക്കെ അടുത്ത പടിയിലേക്ക് വരിക. അടുത്ത പടി ഏതാണ്? കലാചാത ആചാര്യ ഉപാസന. കലാചാത ആചാര്യ ഉപാസന എന്ന് വെച്ചാൽ ധാരാളം അവതാരങ്ങൾ, വരാഹാവതാരം, ശ്രീരാമാവതാരം, അല്ലേ, ഒരുപാട് അവതാരങ്ങളുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും ചിലതിനോടൊരു താല്പര്യമുണ്ടാകും ഓരോരുത്തർക്കും. അതിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക. ഏതാണോ ആ ഭാവം എന്ന് വെച്ചാൽ അതിൽ മനസ്സിനെ നന്നായിട്ട് ഉറപ്പിക്കുക. പിന്നെ വേണ്ടത് യമ നിയമ അനുഷ്ഠാനം. യമനിയമങ്ങളൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് അനുഷ്ഠിക്കുക. യമന്താ നിയമന്താ എന്നൊക്കെ ഭാഗവതവും ഗീതയും ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ എന്താണ് യമം എന്നും എന്താണ് നിയമം എന്നും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് മന്ത്രോപാസനയാണ്. ഇനി കടിച്ചാപ്പൊട്ടാത്ത ഏതെങ്കിലും മന്ത്രം എടുക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതല്ല. എളുപ്പത്തിൽ നമഃശിവായ 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 ധാരാളമായി നാരായണ 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 ഏതെങ്കിലും ഒരു നാമം എടുക്കുക, ജപിക്കുക, സ്ഥിരമായിട്ട് ജപിക്കുക. പിന്നെ പോകാൻ വലിയ പ്രയാസമില്ല. അടുത്ത പടിയിലേക്ക് താനേ കയറി സമത്വഭാവന. മന്ത്രം ജപിച്ചാൽ നാം കുറേ ജപിച്ചു കഴിഞ്ഞാൽ ആ സമത്വഭാവനയിലേക്ക് എത്തും. സമത്വഭാവനയിലേക്ക് എത്തിയാൽ അതാണ് 9ാമത്തതിലെത്തി, അവസാനത്തിലേക്ക് എത്തി. അവസാനത്തെ ഏതാ? 9ാമത്തെ സ്ഥാനമാണ്. ശ്രീരാമചന്ദ്രൻ കാണിച്ചിരുന്ന 9ാമത്തെ സ്ഥാനമാണ് തത്വചിന്തനം. അഹം ബ്രഹ്മ ബ്രഹ്മാസ്മി. ആ തലത്തിലേക്ക് പരീക്ഷത്തിന് 7 ദിവസം ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. എന്ത് മനസ്സിലായി? അഹം ബ്രഹ്മ ബ്രഹ്മാസ്മി. അത് മനസ്സിലാക്കണം. തത്വസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം. തീർച്ചയായിട്ടും ഈ പദങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഇപ്പോൾ 9നെ കുറിച്ച് പറഞ്ഞു. ഇനി 11 കൂടി പറഞ്ഞ് വേഗം നമുക്ക് സമർപ്പിക്കാം. ഈ 11 എവിടെയാണ് പറഞ്ഞത്? നാരദ ഭക്തി സൂത്രത്തിലാണ് ഈ 11നെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഈ 11? ശ്രദ്ധിക്കണേ. ഗുണമാഹാത്മ്യ ആസക്തി. ആസക്തികളെ കുറിച്ചാണ് പറയുന്നത്. ആസക്തി ഉണ്ടാവരുതെന്ന സാധാരണ പറയുക. എന്നാൽ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ആസക്തി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പക്ഷേ ആസക്തി വ്യത്യാസമുണ്ട്. ഇവിടെ ആസക്തി ഉണ്ടാകുന്നത് ഭഗവാനോടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നാമത്തത് ഇവിടെ 11 ആസക്തികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഗുണമാഹാത്മ്യം. ഈശ്വരീയായിട്ടുള്ള ഗുണങ്ങൾ കൂടുതൽ അറിയാം. അതിന് നല്ല ഉദാഹരണം വഴികാട്ടികളുണ്ട്. ആരെ വഴികാട്ടികൾ? വ്യാസനാരദാദികളാണ് അതിന് വഴികാട്ടികളാണ്. രണ്ടാമത്തത് രൂപാസക്തി. നേരത്തെ പറഞ്ഞ രൂപത്തോട്, ഒരു ഭാവത്തോട് ഒരു ആസക്തി ഉണ്ടാവുക. അതിന് നല്ല ഉദാഹരണമാണ് വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾ. അവരുടെ ഉള്ളിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണനല്ലാതെ കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നും അവരുടെ ഉള്ളിലില്ല. ഇനി അടുത്തത് മൂന്നാമത്തത് പൂജാസക്തിയാണ്. മൂന്നാമത്തത് അംബരീഷൻ. നോവത്തിലെ 4-5 അധ്യായം വായിക്കുന്ന സമയത്ത്, 4-5 അധ്യായം വായിക്കുന്ന സമയത്ത് അംബരീഷിന്റെ കഥകൾ കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും. അടുത്തത് സ്മരണാസക്തിയാണ്. നല്ല ഉദാഹരണം പ്രഹ്ലാദന്റെ കഥയാണ്. ആ ഹരിയെ തന്നെ സ്മരിച്ച് തൂണെന്ന് പുറത്തു വന്ന നൃസിംഹമൂർത്തി എന്ന് സ്മരിച്ചാൽ മതി. അടുത്തത് ദാസ്യാസക്തി. ദാസ്യാസക്തിക്ക് മറ്റൊരു ഉദാഹരണത്തെ കുറിച്ച് പറയാനില്ല. ആഞ്ജനേയൻ തന്നെ, ഹനുമാൻ തന്നെയാണ്. അടുത്തത് 6ാമത്തത് സഖ്യാസക്തി. സഖ്യാസക്തി. അപ്പോൾ സഖ്യത്തോട് ആസക്തി ഉണ്ടാവണം. പക്ഷേ ആരായിട്ടുള്ള സഖ്യാവണം? ഗുരുവായൂരപ്പനായിട്ട്, ഭഗവാനായിട്ട് സഖ്യാവണം. ഉദ്ധവരും അർജുനുമാണ് അതിന് നല്ല ഉദാഹരണങ്ങളാണ്.
അടുത്തത് വാത്സല്യാസക്തിയാണ്. വിരളിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഭഗവാൻ അത് കൊടുത്തിട്ടുള്ളൂ. വാത്സല്യാസക്തി രാമായണത്തിൽ കാണിച്ച കൗസല്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വനത്തിലേക്ക് പോകുന്ന സമയത്ത് സാക്ഷാൽ നാരായണനാണ് എന്നറിയാം. എന്നിട്ട് വാത്സല്യ ആധിക്യത്താൽ പറഞ്ഞാൽ എൻ്റെ മകൻ ഇരിക്കുന്ന നേരത്തും കിടക്കുന്ന നേരത്തും നടക്കുന്ന നേരത്തും മതികെട്ടുറങ്ങുന്ന നേരത്തും സർവ്വദേവന്മാരും കൂടെ ഉണ്ടാവണം. സർവ്വദേവ സ്വരൂപനാ കാട്ടിലേക്ക് പോകണം. പക്ഷേ ആ വാത്സല്യ ആസക്തി കാരണം എനിക്ക് പറഞ്ഞത് യശോദാമ്മ കൂറൂരമ്മയെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. അടുത്ത കാലത്തെ കഥയിൽ ഗുരുവായൂരപ്പനെ സ്വന്തം മകനായിട്ട് വേറെ ദൂരെയുള്ള ആളായിട്ടല്ല കണ്ടത്. അപ്പോൾ അത് വാത്സല്യാസക്തി വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ്. അടുത്തത് എട്ടാമത്തത് കാന്താസക്തി. തൻ്റെ പതിയായിട്ട് കാണാം, നാഥനായിട്ട് കാണാം. രുക്മിണി, സത്യഭാമ ഇവരൊക്കെയാണ് അതിൽ ഉദാഹരണം. കാന്താസക്തി. പിന്നെ ആത്മനിവേദനാസക്തിയാണ് ഒമ്പതാമത്തത്. ആത്മനിവേദനാസക്തിയാണ്. ഭാഗവതവും രാമായണവും അവിടെ നിർത്തി. ഇവിടെ ആത്മനിവേദനത്തിൽ നിർത്തിയിട്ടില്ല. വിഭീഷണൻ, മഹാബലി ഇവരൊക്കെ അതിന് നല്ല ഉദാഹരണമാണ്. ശ്രീനാരായണ മഹർഷി ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഭാഗവതവും രാമായണവും പഠിച്ചവരെ ഒന്നും കൂടി അങ്ങോട്ട് ഉയരട്ടെ എന്ന് കരുതിയിട്ട് 2 സ്റ്റെപ്പും കൂടി കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു. അതേതാ? തന്മയാസക്തി. 10ാമത്തെ ആസക്തിയാണ് തന്മയാസക്തി. താൻ തന്നെയാണ് ഈശ്വരൻ. ഭഗവാനെ പോലെ നടക്കുക, ഭഗവാനെ പോലെ വേഷം കെട്ടുക. ദശമസ്കന്ധത്തിലെ പൗണ്ഡ്രക വാസുദേവന്റെ കഥ നല്ല ഉദാഹരണം. നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയില്ല. പക്ഷെ അദ്ദേഹം പരിഹാസ കഥാപാത്രമല്ല. നാട്ടുകാരൊക്കെ കളിയാക്കിയെങ്കിലും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാപം കൊണ്ട് ഇല്ലാണ്ടായി തീർന്നു. ആ സാരൂപ്യ മുക്തി അദ്ദേഹത്തിന് കിട്ടി. ഇനി അവസാനത്തത് 11ാമത്തത്. 11 എന്ന സംഖ്യ മഹാദേവരായിട്ട് ബന്ധപ്പെട്ടത്. മഹാദേവർക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ 11ാമതാണ് പരമവിരഹാസക്തി. ഭാഗവതവും രാമായണവും നാരായണീയവും ഗീതയും എല്ലാം പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഏറ്റവും അവസാനം എത്തേണ്ടതായ ഒന്നാണ് പരമവിരഹാസക്തി. അതിന് വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾ തന്നെയാണ് നല്ല ഉദാഹരണം. ഈ വിരഹാസക്തി ഉണ്ടാകുമ്പോഴാണ് ഉള്ളത് പോവാതിരിക്കുക. എപ്പോഴും അടുത്തുണ്ടായ ചിലപ്പോൾ വില ഉണ്ടായിട്ടുള്ളതല്ല. സന്നികർഷോഹി മധ്യാന അനാദരണ കാരണം എന്ന് പറയുന്നത്. എപ്പോഴും അടുത്തുണ്ടായാൽ പിന്നെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പെട്ടയ്ക്കൊരു അകൽച്ചയ്ക്ക് ഉണ്ടാകുന്നുണ്ടാകും വിരഹവേദന. ആ ഒരു അകൽച്ച ഉണ്ടാകുമ്പോൾ എപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കും കരുണാമയനായിരിക്കുന്ന പരമേശ്വരനോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ ഈ സംസാരത്തിൽപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും അനായാസേന ഈ കടമ്പകളൊക്കെ കടന്ന് അവിടുത്തെ പാദത്തിൽ ആ കൈലാസനാഥൻ്റെ തിരുസന്നിധിയിൽ പാദത്തിൽ ലയിക്കാനുള്ള ഭാഗ്യം, മനസ്സുകൊണ്ട് ലയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. തളിയിലപ്പൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ രീതിയിൽ അറിയുന്ന പോലെ എന്തൊക്കെയോ ഇവിടെ ഒന്നിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നല്ലതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മഹാദേവന്റെ കടാക്ഷം മാത്രമാണ്, അനുഗ്രഹം മാത്രമാണ്. വിപരീതത്വേന എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഈ ഇരിക്കുന്ന ഉപകരണത്തിൻ്റെ തകരാറുകളാണ്. ഉപകരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള തകരാറുണ്ടാവും. അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി. ഏവർക്കും മഹാദേവന്റെ കടാക്ഷം ധാരാളമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന
നമാമി